കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ ദുരാസമഭൂമിയിൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്തോത്രം ഒരു ബിംബത്തെ ഉണ്ടാക്കി നിർത്തി അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരോട് ദൈവമക്കളായ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോടൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട്. കിന്നരം, വാദിത്രം, തമ്പുരു, വീണ, കുഴൽ ഇവയുടെ വാദിത്രം, ഇതിലെ മ്യൂസിക്കിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഈ ബിംബത്തെ എന്ത് ചെയ്യണം? വീണ് നമസ്കരിക്കണം. അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചു. ശദ്രക്ക്, മേശക്ക്, അബേദ്രഹം അഥവാ ഹനന്യാവ്, മിശായേൽ, അസറിയാവ് എന്നീ തുടങ്ങിയ 3 ചെറുപ്പക്കാർ അതിനോട് എതിർത്തു നിൽക്കുവാൻ തക്കവണ്ണം ഇടവന്നല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഏതൊരു പരീക്ഷണ ഘട്ടത്തിലും ഏതൊരു പ്രയാസഘട്ടത്തിലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ സ്തോത്രം ദൈവം തിരഞ്ഞെടുത്ത ചിലതിനെ ദൈവം മാറ്റി നിർത്തും. അത് കൃത്യമായ കാര്യമാണ്. സ്തോത്രം. അത് പലരും ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് നിൽക്കാതെ ഇല്ലെങ്കിൽ ദൈവകൽപ്പനയ്ക്ക് വിധേയപ്പെടാതെ സ്തോത്രം മാനുഷിക നന്മകൾക്കായിട്ട് അല്ലെങ്കിൽ മാനുഷികമായ ക്രമീകരണങ്ങൾക്കായിട്ട് മാറുമ്പോൾ, എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ ആരോ അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. ഇവിടെ ഇവർ 3 പേരും ദൈവത്തിന് വേണ്ടി മാറി നിന്ന് ആ വിഗ്രഹത്തെ അല്ലെങ്കിൽ ആ ബിംബത്തെ നമസ്കരിക്കുവാൻ പോയില്ല. അവർ പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങളുടെ ദൈവത്തിന് ഈ നെബൂഖദ്നേസർ രാജാവ് ഒരുക്കിയിരിക്കുന്ന തീയിൽ നിന്ന് ഞങ്ങൾ വിടുവിപ്പാൻ കഴിയും. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, എന്നാലും ഈ സ്വർണ്ണ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. അങ്ങനെ നമസ്കരിക്കുകയില്ല എന്നൊരു ഉറച്ച തീരുമാനം എടുത്തതുകൊണ്ട് സംഭവിച്ച കാര്യം എന്നറിയാമോ? അവരെ 3 പേരെയും തീയിലേക്ക് തള്ളിയിടുവാൻ തക്കവണ്ണം ഇടവന്നു. സ്തോത്രം. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആ തീക്കകത്ത് വെന്തു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. 4-മത്തെ ഒരുവൻ അവരോട് കൂടെ ആ തീയിൽ ഇറങ്ങി വരുവാനിടയായി. ഇവിടെ നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞൊരു വാചകമുണ്ട്, ഈ 4-മത്തവൻ ദൈവപുത്രനോട് സദൃശ്യനെന്ന് അവിടെ നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് അല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, പിതാവിൻ്റെ വലത്തുഭാഗത്ത് സ്തോത്രം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന പുത്രനായ ക്രിസ്തു അന്ന് ദാനിയേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സ്തോത്രം ഈ 3 ചെറുപ്പക്കാർക്ക് വേണ്ടി തീയുടെ നടുവിൽ ഇറങ്ങി വന്ന ഒരു ദൈവമഹത്വമുണ്ട്. അസാധാരണമായത് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, അസാധാരണമായത് നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം തൻ്റെ കരം നമുക്ക് വേണ്ടി അസാധാരണമായി നീട്ടുവാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് സ്തോത്രം, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ശോധനകൾ കടന്നു വരുമ്പോൾ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. പകരം ദൈവത്തിൽ ഉറപ്പോടെ നിൽക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മഹത്വം നമുക്കായി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്വർഗ്ഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടി മറിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ഈ സന്ദേശം അനേകായിരങ്ങൾക്ക് പ്രയോജനമാകുവാൻ സ്വർഗ്ഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.